ജയരാജനും കാന്തപുരത്തെ കാണാൻ എത്തിയിട്ടുണ്ട്. മാനവ സ്നേഹമാണ് മതം പഠിപ്പിക്കുന്നത്, അതിനനുസരിച്ചാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇന്നലത്തെ മാധ്യമങ്ങളുടെ പ്രതികരണം. അവിടുത്തെ മത നേതൃത്വവുമായി ഉൾപ്പെടെ പുരോഹിതന്മാർ ആയ ആളുകളുമായി ഉൾപ്പെടെ ആശയവിനിമയം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. വലിയ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞു. അതിനെ ഇന്നലെ മുഖ്യമന്ത്രി പ്രശംസിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യാസ് കരീം നമുക്കിപ്പം വിവരങ്ങളുമായുണ്ട്. ഇന്ത്യാസ്, CPM സംസ്ഥാന സെക്രട്ടറി എപ്പോഴാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിച്ചത്? ഏതൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്? ആശയവിനിമയത്തിന്റെ പുരോഗതിയെക്കുറിച്ച് ഇന്ന് പ്രതികരണങ്ങൾ വരുന്നുണ്ടോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്? രതീഷ്, ആര്യ, ഒരു അരമണിക്കൂർ മുൻപാണ് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാഷ് മർക്കസിലെത്തി കാന്തപുരത്തോട് ഒരു 15 മിനിറ്റ് നേരം അകത്തിരുന്ന് സംസാരിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് മാധ്യമങ്ങളെ കണ്ട ഇവിടെ നിന്ന് പുറത്തേക്ക് പോയത്. കാന്തപുരത്തിന്റെ ചർച്ച, കാന്തപുരത്തിന്റെ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കമന്റ്. അതിനുശേഷം ഇപ്പോൾ MV ജയരാജനും മർക്കസിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ അകത്ത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നാണ് വ്യക്തമാവുന്നത്. അദ്ദേഹം അല്പസമയം കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഒരു പക്ഷേ നൽകുകയും ചെയ്യും. എന്തായാലും നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ പ്രതിനിധിയായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഒമർ ഉത്തര യമനിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും അടിയന്തരമായ ഇടപെടലുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൂത്തികളുടെ മേഖലയാണിത്. പക്ഷേ അപ്പോൾ പോലും ഈ ശ്രമത്തെയൊക്കെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില കോണുകളിൽ നിന്നെങ്കിലും ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. നേരത്തെ നിമിഷപ്രിയയുടെ അമ്മ സംസാരിക്കുന്നത് കണ്ടതുകൊണ്ട് പറയുകയാണ്, ഇപ്പോഴും കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത് അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ അനുകൂലമായ കാര്യങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുടുംബങ്ങൾക്കിടയിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടാക്കണം എന്നുള്ളതാണ് കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തലാലിന്റെ സഹോദരനുമായും അടുത്ത ബന്ധുക്കളുമായും സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചൊരു ഏകാഭിപ്രായം എത്തിയതുകൊണ്ടായിരുന്നു ഇന്നലെ വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇനിയും വേണ്ടത് തന്നെയാണ് ശിക്ഷ മരവിപ്പിക്കണം, അതല്ലെങ്കിൽ മോചനം നൽകണം. ആ മോചനത്തിന് വേണ്ടിയിട്ട് ഈ കുടുംബത്തിലെ 1-2 പേർ മാത്രം അംഗീകരിച്ചത് കൊണ്ട് കാര്യമില്ല. മുഴുവൻ പേർക്കും, എല്ലാവർക്കും ഏകാഭിപ്രായം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. അതുമായി ബന്ധപ്പെട്ട ചർച്ചയോടുകൂടി അംഗീകരിച്ചാൽ മാത്രമേ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ മോചനം സാധ്യമാവുകയുള്ളൂ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ വളരെ ആത്മാർത്ഥമായ വിഷയത്തിൽ ഇടപെടുകയാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അല്പം മുമ്പ് അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചത്. ഈ ചർച്ചകളുടെ പുരോഗതി എന്താണ് എന്നതൊക്കെ വിലയിരുത്തിയത്. അതേസമയം തന്നെ നിമിഷപ്രിയയുടെ മോചനം മുടക്കാൻ കേരളത്തിൽ നിന്നുള്ള ശ്രമം ഉണ്ടാകുന്നു എന്ന വളരെ ദുഃഖകരമായ വിവരം കൂടി വരികയാണ്.